നമസ്കാരം, ഞാൻ തോമസ് ഊട്ടി. സെൻറ്റൻസ് കറക്ഷനുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ ആദ്യ ക്ലാസ് കണ്ടിട്ട് ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഉപകാരപ്പെട്ടു എന്ന് പറഞ്ഞു. അത് കേട്ടതിൽ വളരെ സന്തോഷം. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ മാത്രമാണ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ക്ലാസ് മുഴുവനായിട്ട് കാണുക. അതിനുശേഷം നിങ്ങളുടെ കമൻറ്റ് നിങ്ങൾ രേഖപ്പെടുത്തുക. എന്തായാലും നമുക്ക് ഇതിൻ്റെ ഒരു സീരീസ് ആയിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അടുത്ത ക്ലാസ്സിൽ വരും ദിവസങ്ങളിൽ നമ്മൾ ഇതിൻ്റെ കൂടുതൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത വീഡിയോയ്ക്കായിട്ട് കാത്തിരിക്കുക. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകും. നമ്മുടെ ആദ്യ ചോദ്യം ഇതാണ്. They cannot issue the ticket unless you do not pay the fare. No error. തന്നിരിക്കുന്ന സെന്റൻസ് ശ്രദ്ധിച്ച് വായിക്കുക. ഓപ്ഷൻ എ, they cannot issue. ഓപ്ഷൻ ബി, the ticket. They cannot issue the ticket. ഓപ്ഷൻ എയും ബിയും നമ്മൾ കൂട്ടി വായിച്ചു. അത്രയും വായിച്ചപ്പോൾ നമുക്ക് അതിൽ വലിയ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല. They cannot issue the ticket. ഓക്കെ, അതിൽ തെറ്റുകളായിട്ടൊന്നും പറയാനില്ല. ഓപ്ഷൻ സിയിലേക്ക് നമ്മൾ വരികയാണ്. അടുത്ത ഭാഗം ചേർക്കുകയാണ് അതിനോട് കൂടിയിട്ട്. Unless you do not pay the fare. Unless you do not pay the fare. അവിടെ നമ്മൾ എത്തിയപ്പോഴേക്കും ഈ അൺലെസ് എന്നുള്ള വാക്ക് നമ്മൾ ഇത് പഠിക്കുന്നത് ചില കണ്ടീഷൻസ് അല്ലെങ്കിൽ കണ്ടീഷണൽ ക്ലോസ് എന്ന് പറയുന്ന ഭാഗമൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്ന ഒരു വാക്കാണ് അവിടെ. അല്ലെങ്കിൽ അത് ഇത് വെച്ചുള്ള കണ്ടീഷണൽ സെന്റൻസുകളൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നോക്കാം. അൺലെസ് എന്നതൊരു നെഗറ്റീവ് മീനിങ് തരുന്ന വാക്കാണ്. അതുകൊണ്ട് ആ അൺലെസ് വരുന്ന ഭാഗത്ത് മറ്റു നെഗറ്റീവ് വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു റൂളുണ്ട്. അൺലെസിനോട് കൂടി മറ്റു നെഗറ്റീവ് വാക്കുകൾ വരാൻ പാടില്ല. അപ്പൊ അതായത് ഈ സെന്റൻസിൽ അൺലെസിന് ശേഷം ഈ ഡു നോട്ട് എന്ന് കിടപ്പുണ്ട്. അത് അവിടെ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ വന്നാൽ അത് തെറ്റാണ്. മനസ്സിലായോ? അപ്പോൾ അൺലെസ് വന്നതുകൊണ്ട് അൺലെസിന് ശേഷം വരുന്നത് അല്ലെങ്കിൽ ആ ഭാഗത്ത് മറ്റു നെഗറ്റീവ് വാക്കുകൾ വരാൻ പാടില്ല. അതുകൊണ്ട് അവിടെ ഓപ്ഷൻ തെറ്റായ ഭാഗം എന്നത് ഓപ്ഷൻ സി ആണ്. സിയിലാണ് തെറ്റിയിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം എന്താണ് അൺലെസ്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പെട്ടെന്ന് പറഞ്ഞിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ആദ്യം തന്നെ നോക്കുക, ഈ അൺലെസ് എന്ന് പറഞ്ഞാൽ അത് ഇഫ് നോട്ട് എന്നാണ് അതിന്റെ മീനിങ്. അൺലെസ് എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് ഇഫ് നോട്ട് എന്നാണ്. നമ്മൾ ഇഫ് ക്ലോസുകൾ പഠിക്കുന്ന സമയത്ത് പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു സെന്റൻസ് ആണ് ഇഫ് യു സ്റ്റഡി വെൽ. If you study well. ഒരുപാട് കേട്ടിട്ടുള്ള സെന്റൻസ് ആണ്. If you study well, you will pass. You will pass. If you study well, you will pass. മീനിങ് എല്ലാവർക്കും കിട്ടും. കാരണം ഇതൊരു സിമ്പിൾ സെന്റൻസ് ആണ്, അല്ലെ? അതായത് ഇതിന്റെ മീനിങ് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാം. നീ നന്നായി പഠിക്കുകയാണെങ്കിൽ, നീ നന്നായി പഠിച്ചാൽ നീ ജയിക്കും, നീ പാസ് ആകും. ഇതാണ് സെന്റൻസിന്റെ മീനിങ്. നീ നന്നായി പഠിച്ചാൽ, ഇഫ് യു സ്റ്റഡി വെൽ, നീ നന്നായി പഠിച്ചാൽ. ഇനി ഞാൻ ഇതിന്റെ മീനിങ് ഒന്ന് നെഗറ്റീവ് ആക്കാൻ പോവുക. നീ നന്നായി പഠിച്ചില്ലെങ്കിൽ എന്നാക്കാൻ പോവുക. നന്നായി പഠിച്ചില്ലെങ്കിൽ. അപ്പൊ അങ്ങനെ ഒരു മീനിങ് എനിക്ക് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അവിടെ എന്ത് ചേർക്കുന്നത്? അൺലെസ് എന്ന് ചേർക്കുന്നു. അൺലെസ് യു സ്റ്റഡി വെൽ. അൺലെസ് യു സ്റ്റഡി വെൽ. നീ നന്നായി പഠിച്ചില്ലെങ്കിൽ, പഠിച്ചില്ലെങ്കിൽ ജയിക്കില്ലല്ലോ. യു വിൽ നോട്ട് പാസ്. കിട്ടിയോ? യു വിൽ നോട്ട് പാസ്. യു വിൽ നോട്ട് പാസ്. അല്ലെങ്കിൽ എന്ത് പറയാൻ പറ്റും? യു വിൽ ഫെയിൽ എന്ന് പറയാം. യു വിൽ ഫെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? നീ തോക്കും. നീ ജയിക്കില്ല എന്ന് വേണമെങ്കിൽ പറയാം. നീ ജയിക്കില്ല എന്ന് പറയുമ്പോഴും നീ തോക്കുമെന്ന് പറയുമ്പോഴും ഒരേ അർത്ഥം തന്നെയാണല്ലോ. അപ്പൊ നോക്കിക്കേ, അൺലെസ് വരുന്ന ഭാഗത്ത് അൺലെസ് ഉണ്ടോ ആ ഭാഗത്ത് നെഗറ്റീവ് വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. കാരണം അൺലെസ് തന്നെ നമുക്ക് നൽകുന്ന മീനിങ് നെഗറ്റീവ് ആണ്. അതിനാൽ ഇങ്ങനെ ഓർത്ത് വെക്കുക, അത് വരുന്ന ഭാഗത്ത് മറ്റു നെഗറ്റീവ് വാക്കുകൾ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഈ കാര്യം ഓർത്തോളൂ. അൺലെസ് വരുന്ന ഈ ഒരു സ്ട്രക്ചർ നമ്മുടെ മനസ്സിലുണ്ടാവണം. അൺലെസിനോട് കൂടി നെഗറ്റീവ് വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. ഈ കാര്യം ഓർത്തോളൂ. അൺലെസിന്റെ സ്ട്രക്ചർ നോക്കിക്കോ. അൺലെസ് യു സ്റ്റഡി വെൽ, അല്ലെ? ടെൻസ് ഏതാണ്? സിമ്പിൾ പ്രസന്റ് ടെൻസ്. അൺലെസ് ശേഷം ഇവിടെ നിൽക്കുന്ന ഈ ടെൻസ് സിമ്പിൾ പ്രസന്റ്. അതിന്റെ കണ്ടീഷൻ വരുമ്പോൾ ഇവിടെ വരുന്ന ടെൻസ് ഏതാണ്? സിമ്പിൾ ഫ്യൂച്ചർ. ബാക്കി വരുന്നത് സിമ്പിൾ ഫ്യൂച്ചർ ആണ്. സിമ്പിൾ ഫ്യൂച്ചർ. അൺലെസ് എന്ന് പറഞ്ഞാൽ ഇഫ് നോട്ട് എന്നാണ് അർത്ഥം. അൺലെസ് യു സ്റ്റഡി വെൽ, അത് നെഗറ്റീവ് ആയത്. അതുകൊണ്ട് തന്നെ എന്താണ് അതിന്റെ റിസൾട്ട്? നമുക്കൊരു നെഗറ്റീവ് റിസൾട്ട് തന്നെയാണ് അവിടെ കിട്ടുന്നത്. നെഗറ്റീവ് റിസൾട്ട് എന്നാ പറയുന്നുള്ളൂ. നെഗറ്റീവ് വാക്കുകൾ എപ്പോഴും അവിടെ വരും എന്നല്ല. യു വിൽ നോട്ട് പാസ് എന്ന് പറഞ്ഞാൽ നീ പാസ് ആവില്ല. അതേ അർത്ഥം തന്നെയാണല്ലോ യു വിൽ ഫെയിൽ. നീ തോൽക്കുമെന്ന് പറഞ്ഞാലും മീനിങ് നെഗറ്റീവ് സെൻസ് തന്നെയാണ്. നീ ജയിക്കില്ല എന്ന് പറയുന്നതും നീ തോൽക്കും എന്ന് പറയുന്നതും നമുക്ക് കിട്ടുന്ന സെൻസ് ഒന്ന് തന്നെയാണ്. അപ്പൊ ആ കാര്യം ഓർക്കുക. ഇതാണ് ആദ്യത്തെ ചോദ്യം. ഇത് ക്ലിയർ ആയെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. The whole country was suffering by a financial crisis. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. കാരണം നമ്മൾ ഈ പ്രിപ്പോസിഷൻ എന്ന് പറയുന്ന ഭാഗമൊക്കെ എത്തുമ്പോഴേക്കും നമ്മൾ ഈ സഫറിംഗ് എന്നുള്ള വാക്ക് നമ്മൾ പഠിക്കുന്ന സമയത്ത് സഫറിങ്ങിനോട് കൂടി നമ്മൾ സഫറിംഗ് ബൈ അല്ല സഫറിംഗ് ഫ്രം എന്നൊരു കാര്യം പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. നമ്മൾ എവിടെയൊക്കെ വായിച്ച് ഒരുപാട് കേൾക്കുന്ന ഒരു വാക്കാണ്. അപ്പൊ ഇപ്പോഴും നമ്മുടെ ഓർമ്മയിൽ ഇരിക്കേണ്ട ഒരു വാക്കാണ് സഫറിംഗ് ഫ്രം എന്നുള്ളത്. സഫറിംഗ് ബൈ അല്ല
സഫറിങ് ഫ്രം ആണ്. അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ തെറ്റ് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. സഫറിങ്ങിനോട് കൂടി നമ്മൾ സഫറിങ് ഫ്രം എന്നാണ്, സഫറിങ് ഫ്രം സംതിങ് ആണ് എന്നുള്ള കാര്യം ഓർക്കുക. സഫറിങ് ഫ്രം എ ഫിനാൻഷ്യൽ ക്രൈസിസ് എന്നാണ് ഇവിടെ വരേണ്ടത്. അപ്പോൾ അവിടെ നമുക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്, അല്പം വലിയൊരു ചോദ്യമാണ്. ചോദ്യം എത്ര വലുത് വേണമെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് ചിലപ്പോൾ പലപ്പോഴും ഇങ്ങനെ തരുന്ന ചോദ്യങ്ങൾക്ക് നീളം കൂടുതൽ ഉണ്ടായിരിക്കും. വായിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് അർത്ഥമൊന്നും കിട്ടിയെന്ന് വരികയില്ല. അതിലൊന്നും നമ്മൾ ബേജാറാവേണ്ട കാര്യമില്ല. നമുക്ക് തന്നിരിക്കുന്നത് നമ്മൾ വായിച്ചു നോക്കുക. നമുക്ക് അവിടെ തെറ്റ് ഏതാണെന്ന് ഓരോ ഓപ്ഷനും വായിക്കുമ്പോൾ നമുക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റും. Each of the survivors of the tsunami, each of the survivors of the tsunami have been offered free psychological consultation to ease their trauma by some of the top consultants. നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ ഈച്ച് ഓഫ് ദ സർവൈവേഴ്സ് ഓഫ് ദ സുനാമി. ആ ഈച്ച് ഓഫ് ദ സർവൈവേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്റെ മനസ്സിൽ ഒരു കാര്യം വന്നു. എനിക്ക് തെറ്റോ ശരിയോ ഒന്നും അറിയത്തില്ല, എനിക്ക് അറിയാവുന്ന കാര്യം ഞാൻ ചിന്തിച്ചതാണ്. ഈച്ച് ഓഫ് നമ്മുടെ കോൺകോഡിൽ പഠിക്കുന്ന ഈച്ച് ഓഫ് ആണ്. ആ ഈച്ച് ഓഫിന് ശേഷം വരുന്ന നൗണ് പ്ലൂറൽ ആയിരിക്കണം. അതെല്ലാവർക്കും അറിയാം. അത് അറിയാൻ മേലാത്തവരൊന്നും ഉണ്ടാവില്ല. നമ്മൾ കോൺകോഡ് പഠിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന കാര്യമാണ്. ഈച്ച് ഓഫിന് ശേഷം വരുന്ന നൗണ് പ്ലൂറൽ ആണ്. അതേപോലെ വെർബ് എന്താണ്? വെർബ് സിംഗുലർ ആണ്. നൗൺ പ്ലൂറൽ, വെർബ് സിംഗുലർ. ഈ ഒരു കാര്യം ആദ്യം തന്നെ നമുക്ക് അതിൽ ഒന്ന് ചെക്ക് ചെയ്യാം. ഈച്ച് ഓഫ് ദ സർവൈവേഴ്സ് ഓഫ് ദ സുനാമി ഹാവ് ബീൻ ഓഫേർഡ്. സർവൈവേഴ്സ് എന്നുള്ളത് എന്താണ്? പ്ലൂറൽ ആണ്. അപ്പൊ നൗൺ പ്ലൂറൽ, നൗൺ പ്ലൂറൽ ആണ്, പ്രശ്നമില്ല. ഇനി അടുത്തത് സുനാമി ഹാവ് ബീൻ ഓഫേർഡ്. അതെന്താണ് അവിടെ ഹാവ് ബീൻ ഓഫേർഡ് എന്ന് വന്നിരിക്കുന്നത്? ഹാവ് ബീൻ ഓഫേർഡ് എന്ന് വരാൻ പാടില്ലല്ലോ, കാരണം വെർബ് സിംഗുലർ വേണ്ടേ? ഹാവ് പ്ലൂറൽ ആണല്ലോ, അവിടെ ഹാസ് അല്ലേ വരേണ്ടിയത്. അവിടെയാണ് നമ്മുടെ തെറ്റ്. ആദ്യം തന്നെ നമുക്ക് അവിടെ തെറ്റ് കിട്ടി. ഹാസ് ബീൻ ഓഫേർഡ് എന്ന് വേണമായിരുന്നു വരാൻ, കാരണം ഈച്ച് ഓഫിന് ശേഷം വരുന്ന നൗണ് പ്ലൂറൽ, വെർബ് സിംഗുലർ. ഈ കാര്യം നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ആ ഒരു റൂള് വയലേറ്റ് ചെയ്തേക്കുന്നു. റൂള് തെറ്റിച്ചാ തന്നിരിക്കുന്നത്. നൗണ് പ്ലൂറൽ തന്നിട്ടുണ്ട്, അവിടെ പ്രശ്നമില്ല. പക്ഷെ വെർബ് തന്നിരിക്കുന്നത് പ്ലൂറൽ ആണ്. നമുക്ക് വേണ്ടിയത് ഏതാണ്? സിംഗുലർ വെർബിനെയാണ് വേണ്ടിയത്. ഹാവ് വരാൻ പാടില്ല. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ തെറ്റ്. നമ്മൾ എറർ സ്പോട്ട് ചെയ്തു. അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഓർക്കുക, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു ഈ കോൺകോഡുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾക്ക് സാധ്യതയുണ്ട്. ഈ പറയുന്ന സ്പോട്ടിംഗ് എറേഴ്സ് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഈ സെന്റൻസ് കറക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് ചോദ്യം ഒരുപാട് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഏത്? നമ്മുടെ ഈ കോൺകോഡ്. അപ്പൊ അതുകൊണ്ട് അവിടെ ഒരുപാട് റൂളുകളുണ്ട്, ചെറിയ ചെറിയ റൂളുകൾ. ആ റൂളുകളെല്ലാം നമ്മൾ പരിചയപ്പെട്ട് വെക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ഓർക്കുക, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ഈച്ച് ഓഫിന് ശേഷം, വൺ ഓഫിന് ശേഷം അല്ലെ, വൺ ഓഫ്, ഈച്ച് ഓഫ്, ഐദർ ഓഫ്, നൈദർ ഓഫ്, ഇവയ്ക്കൊക്കെ ശേഷം വരുന്ന നൗൺ എപ്പോഴും പ്ലൂറൽ ആണ്. അതേപോലെ പറഞ്ഞായിരുന്നു ദ നമ്പർ ഓഫ്. ഒന്ന് ശ്രദ്ധിച്ചോണം. വീണ്ടും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ദ നമ്പർ ഓഫിന് ശേഷം വരുന്ന നൗണ് അല്ലെ, നൗണ് പ്ലൂറൽ, വെർബ് സിംഗുലർ. എന്നാൽ എ നമ്പർ ഓഫ് ആണെങ്കിൽ അത് തിരിച്ച, എ നമ്പർ ഓഫ് ആണെങ്കിൽ അതിനുശേഷം വരുന്ന നൗണും പ്ലൂറൽ, വെർബും പ്ലൂറൽ. ആ വ്യത്യാസം ഓർക്കുക. ദ നമ്പർ ഓഫ് ആണെങ്കിൽ ഏതാണ്? സിംഗുലർ ആയിരിക്കും വെർബ്. പ്ലൂറൽ നൗണ് എഴുതാം, പ്ലൂറൽ നൗണ്. ദ നമ്പർ ഓഫ് പ്ലസ് പ്ലൂറൽ നൗണ്, സിംഗുലർ വെർബ്. എന്നാൽ എ നമ്പർ ഓഫിന് ശേഷം വരുന്ന രണ്ടും പ്ലൂറലാ. പ്ലൂറൽ നൗണ് പ്ലൂറൽ ആണ്. അതേപോലെ പ്ലൂറൽ വെർബും പ്ലൂറൽ ആണ്. എ നമ്പർ ഓഫ് ആണെങ്കിൽ രണ്ടും പ്ലൂറൽ എന്ന് വിചാരിക്കുക. ദ നമ്പർ ഓഫ് ആണെങ്കിൽ പ്ലൂറൽ നൗണ്, സിംഗുലർ വെർബ്. ഈച്ച് ഓഫ് പോലെ, വൺ ഓഫ് പോലെ, ഐദർ ഓഫ് പോലെ, അതേപോലെ എല്ലാം ഇവയ്ക്ക് കോമൺ ആണ്. അപ്പൊ അടുത്ത ചോദ്യം നമുക്ക് നോക്കിയാലോ. ഏതാണ് അടുത്ത ക്വസ്റ്റ്യൻ? After knowing truth, they took the right decision in the matter. After knowing truth. ആദ്യത്തെ ഒരു ഭാഗം വായിക്കുമ്പോഴേ നമുക്ക് എന്തോ അവിടെ ഒരു കാര്യം വിട്ടുപോയതായിട്ട് തോന്നാം. ആഫ്റ്റർ നോയിങ് ദ ട്രൂത്ത് എന്നത് വേണ്ടതല്ലേ എന്നൊരു സംശയം പല ആളുകൾക്കും ഉണ്ടാകും അല്ലെ. അവിടെ ഒരു പ്രിപോസിഷന്റെ കുറവുണ്ട്. ആഫ്റ്റർ നോയിങ് ദ ട്രൂത്ത്, they took the right decision in the matter. After knowing the truth. അപ്പോൾ അവിടെ ഒരു പ്രിപോസിഷൻ വിട്ടുപോയിട്ടുണ്ട്. ഓപ്ഷൻ എയിൽ തന്നെയാണ് തെറ്റ്. ദ ട്രൂത്ത് എന്നാണ് അവിടെ വരേണ്ടിയത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നോ ദ ട്രൂത്ത്? അടുത്ത ചോദ്യം ഇതാണ്. ദ പുഡിംഗ് യു ഹാവ് പ്രിപ്പയർഡ് ഈസ് ടേസ്റ്റിംഗ് ഡെലീഷ്യസ്. ഇതാണ് ചോദ്യം. അറിയാവുന്ന ആളുകൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ഇതിന്റെ ഉത്തരം മനസ്സിലാക്കാൻ പറ്റും. നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ദ പുഡിംഗ്. ദ പുഡിംഗ് യു ഹാവ് പ്രിപ്പയർഡ്. പ്രശ്നമൊന്നുമില്ല അവിടെ. ഈസ് ടേസ്റ്റിംഗ് എന്ന് പറഞ്ഞപ്പോൾ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നായിട്ട് തോന്നുകയാണ് എനിക്ക്. എന്താണ് കാരണം? ഞാൻ പഠിച്ചിട്ടുണ്ട്
ഈ ടേസ്റ്റ് എന്നുള്ള വാക്ക്, ഈ ടേസ്റ്റ് എന്നത് ഒരു സ്റ്റാറ്റിക് വെർബാണ്. ടേസ്റ്റ് എന്നത് ഒരു സ്റ്റാറ്റിക് വെർബാണ്. സ്റ്റാറ്റിക് വെർബ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കണ്ടിന്യൂവസ് ടെൻസിൽ ING ഫോം ആയി അല്ലെങ്കിൽ ING ഫോം എടുക്കാത്ത കണ്ടിന്യൂവസ് ടെൻസിന്റെ വെർബ് ആയിട്ട് ഉപയോഗിക്കാൻ പാടില്ലാത്ത വെർബിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് വെർബ് എന്ന് വിളിക്കുന്നത്. കണ്ടിന്യൂവസ് ടെൻസിന്റെ വെർബ്, കണ്ടിന്യൂവസ് ടെൻസിലെല്ലാം അറിയാലോ ING വെർബ് ആണല്ലോ. ഏത് കണ്ടിന്യൂവസ് ടെൻസ് ആണെങ്കിലും അവിടെ വരുന്ന വെർബ് ING ഫോം ഓഫ് ദ വെർബ് ആണ്. ഇനി ചില വെർബുകളുണ്ട്, ആ വെർബുകൾ ഒരിക്കലും കണ്ടിന്യൂവസ് ടെൻസിന്റെ വെർബായി ഉപയോഗിക്കില്ല. എക്സാമ്പിൾ പറഞ്ഞാൽ, എക്സാമ്പിൾ HATE ഹെയ്റ്റ് എന്നുള്ള വെർബ്, LOVE ലവ് എന്നുള്ള വെർബ്, KNOW നോ എന്നുള്ള വെർബ്, അതേപോലെ പ്രിഫർ എന്നുള്ള വാക്ക്, അതേപോലെ ഏതാണ് ബിലോങ് എന്ന വാക്ക്, സ്മെൽ എന്ന വാക്ക്, ടേസ്റ്റ് എന്ന വാക്ക്. ഓക്കെ, ഇങ്ങനെയൊക്കെയുള്ള കുറെ വാക്കുകൾ. ഇത് എന്താണ്? കണ്ടിന്യൂവസ് ടെൻസില് കണ്ടിന്യൂവസ് ടെൻസിന്റെ വെർബായി ഉപയോഗിക്കാൻ പാടില്ല. കണ്ടിന്യൂവസ് ടെൻസിന്റെ വെർബായി ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഒരു കണ്ടിന്യൂവസ് ടെൻസിന്റെ വെർബായി ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകളെയാണ് നമ്മൾ സ്റ്റാറ്റിക് വെർബുകൾ എന്ന് വിളിക്കുന്നത്. ഒന്ന് രണ്ട് എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ എവിടെയെങ്കിലും നമ്മൾ ഇങ്ങനെ ഒരു സെന്റൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഷീ ഈസ് ഹേറ്റിംഗ് മീ. ഷീ ഈസ് ഹേറ്റിംഗ് മീ നമ്മൾ പറയാറില്ല, മറിച്ച് എന്താ പറയും? ഷീ ഹേറ്റ്സ് മീ എന്ന് പറയാറുണ്ട്. ഷീ ഹേറ്റ്സ് മീ അല്ലെ. ഐ ആം ലവിങ് യു എന്ന് പറയാറില്ല. ഐ ആം ലവിങ് യു എന്ന് പറയാറില്ല, മറിച്ച് എന്ത് പറയും? ഐ ലവ് യു എന്ന് പറയും. ഓക്കെ, ഇത് എന്റെ കയ്യിൽ ഒരു പെന്നുണ്ട്. ഞാൻ പറയാണ് ദിസ് പെൻ ഈസ് ബിലോങ്ങിങ് ടു മീ. പറയോ? തെറ്റാണ്. ദിസ് പെൻ ഈസ് ബിലോങ്ങിങ്. ബിലോങ് എന്നുള്ള വാക്ക് ഒരു സ്റ്റാറ്റിക് വെർബ്. ദിസ് പെൻ ബിലോങ്സ് ടു മീ. ദിസ് കാർ ബിലോങ്സ് ടു ഹിം. അപ്പൊ ബിലോങ് അതൊരു സ്റ്റാറ്റിക് വെർബാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറെ സ്റ്റാറ്റിക് വെർബുകൾ ഉണ്ട്. ഈ സ്റ്റാറ്റിക് വെർബുകൾ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂവസ് ടെൻസിലെ വെർബായി നിൽക്കില്ല. കണ്ടിന്യൂവസ് ടെൻസിന്റെ വെർബ് എന്ന് പറഞ്ഞാൽ ING വെർബാണ്. അവിടെ ഒരു കണ്ടിന്യൂവസ് ടെൻസിന്റെ ING വെർബായി ഉപയോഗിക്കാൻ പാടില്ലാത്ത ഇത്തരം വെർബുകളെയാണ് നമ്മൾ സ്റ്റാറ്റിക് വെർബ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു വാക്കാണ് ടേസ്റ്റ് എന്നത്. അതൊരു സ്റ്റാറ്റിക് വെർബാണ്. അപ്പൊ അത് ഈ ടേസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു കണ്ടിന്യൂവസ് ടെൻസിൽ വരാൻ പാടില്ല, മറിച്ച് അവിടെ എന്തേ വരുള്ളൂ? ദ പുഡിംഗ് യു ഹാവ് പ്രിപ്പയർഡ്. ഇവിടെ ടേസ്റ്റ് എന്നുള്ള വാക്ക് വേണം വരാനായിട്ട്. ദ പുഡിംഗ് യു ഹാവ് പ്രിപ്പയർഡ് ടേസ്റ്റ് ഡെലീഷ്യസ്. മനസ്സിലായോ? അപ്പോൾ പ്രസന്റ് കണ്ടിന്യൂവസ് ടെൻസിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ സിമ്പിൾ പ്രസന്റ് ടെൻസിലേക്ക് വേണം മാറ്റാൻ, അന്നേരം ഇത് ശരിയാവുകയുള്ളൂ. ഈ കണ്ടിന്യൂവസ് ടെൻസിൽ അത് കാരണം തെറ്റാ. ഈ ടേസ്റ്റിംഗ് എന്ന് പറയാൻ പാടില്ല. പിന്നെ അതിനെ ഏത് ടെൻസിലേക്ക് മാറ്റി? സിമ്പിൾ പ്രസന്റ് ടെൻസിലേക്ക് മാറ്റുക. അപ്പോൾ നമുക്ക് ശരിയായ ഉത്തരം കിട്ടും. അപ്പോൾ സ്റ്റാറ്റിക് വെർബ് ആ ഒരു സാധ്യത അത് ഒന്ന് ഓർത്തോളൂ. സെന്റൻസ് കറക്ഷനുമായിട്ട് നമുക്ക് ചോദ്യം വരാൻ അല്ലെങ്കിൽ ചോദ്യം പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ബോംബെ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡെൻസ്ലി പോപ്പുലേറ്റഡ് പ്ലേസ് ഇൻ ഇന്ത്യ. ഓൾറെഡി നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുമായി നിൽക്കുന്ന ഒരു ചോദ്യമാണ്. ബോംബെ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡെൻസ്ലി പോപ്പുലേറ്റഡ് പ്ലേസ് ഇൻ ഇന്ത്യ. ഏതാണ്? ബോംബെ ഈസ് വൺ ഓഫ് ഉണ്ട്. വൺ ഓഫിന് ശേഷം വരുന്ന, നമ്മൾ പഠിച്ചു വെച്ചേക്കുന്ന വൺ ഓഫിന് ശേഷം വരുന്ന നൗണ് പ്ലൂറൽ, വെർബ് സിംഗുലർ അല്ലെ. വൺ ഓഫിന് ശേഷം വരുന്ന നൗണ് പ്ലൂറൽ ആയിരിക്കണം. വൺ ഓഫിന് ശേഷം വരുന്ന നൗണ് പ്ലൂറൽ ആയിരിക്കണം. അറിയാം, വൺ ഓഫിന് ശേഷം നമ്മൾ എപ്പോഴും ഇത് നിങ്ങളൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് വൺ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നതിൽ ഒന്ന് എന്നല്ലേ. വൺ ഓഫ് ദ സ്റ്റുഡൻസ്, വിദ്യാർത്ഥികളിൽ ഒരാൾ, അധ്യാപകരിൽ ഒരാൾ, കളിക്കാരിൽ ഒരാൾ. അതല്ലാണ്ട് നമ്മൾ ആൺകുട്ടിയിൽ ഒരാൾ എന്ന് പറയുമോ? പെൺകുട്ടിയിൽ ഒരാൾ എന്ന് പറയുമോ? ഇല്ല. ആൺകുട്ടികളിൽ, പെൺകുട്ടികളിൽ. വൺ ഓഫിന് ശേഷം വരുന്ന നൗൺ എപ്പോഴും പ്ലൂറൽ ആണ്. ആ കാര്യം ഓർക്കുക. വൺ ഓഫ് ദ സ്റ്റുഡൻസ് എന്ന് പറയാം, വൺ ഓഫ് ദ ബോയ്സ് എന്ന് പറയാം, വൺ ഓഫ് ദ ഗേൾസ് എന്ന് പറയാം, വൺ ഓഫ് ദ ടീച്ചേഴ്സ് എന്ന് പറയാം, വൺ ഓഫ് ദ സിറ്റീസ് എന്ന് പറയാം, വൺ ഓഫ് ദ കൺട്രീസ് എന്ന് പറയാം, വൺ ഓഫ് ദ പ്ലേസസ് എന്ന് പറയണം. മോസ്റ്റ് ഡെൻസ്ലി പോപ്പുലേറ്റഡ് പ്ലേസസ് ഇൻ ഇന്ത്യ. പ്ലേസ് അല്ല, ഇവിടെ പ്ലേസസ് വരണം, പ്ലൂറൽ വരണം. വൺ ഓഫിന് ശേഷം പ്ലൂറൽ ആണ് വരുന്നത്. നൗണ് പ്ലൂറൽ ആണ്, പ്ലൂറൽ നൗണ് വരണം. ഇവിടെ തന്നിരിക്കുന്ന പ്ലേസ് സിംഗുലർ അല്ലേ. അപ്പോൾ ആ ഭാഗമാണ് ഇവിടെ തെറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ബോംബെ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡെൻസ്ലി പോപ്പുലേറ്റഡ് പ്ലേസസ് ഇൻ ഇന്ത്യ എന്ന് വന്നാൽ മാത്രമേ ആ സെന്റൻസ് ശരിയാവുകയുള്ളൂ. ഓക്കെ, ക്ലിയർ ആയി എന്ന് കരുതുന്നു. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി വീണ്ടും ഇതൊരു ടോപ്പിക്കാണ്, ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട് ഈ സെന്റൻസ് കറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ചോദ്യവും തരുമ്പോഴും നിങ്ങൾ ആദ്യം ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ. അപ്പോൾ അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട കുറച്ച് ചെറിയ സമയം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് എക്സ്പ്ലനേഷൻസ് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ വീണ്ടും അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ മറ്റു ഭാഗവുമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അതുവരെ ബൈ, താങ്ക് യു.